പിന്നെ ഇതൊരു ഗബ്രി ജാസ്മിൻ എന്നുള്ളൊരു സംഭവമല്ല അവിടെ. അതല്ലാതെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ബിഗ് ബോസ് കാരണം മാത്രം അല്ല ഈ ഒരു എന്താ പറയുക എൻ്റെ ഡിസിഷനോ അല്ലെങ്കിൽ ഞാനിത് എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള സംഭവം അതൊന്നുമല്ല. അല്ലാതെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ എനിക്ക് ഒട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അവള് കൈ പിടിച്ചിരിക്കുന്നു, കെട്ടിപ്പിടിച്ചിരിക്കുന്നതിനും അതൊന്നും അല്ലായിരുന്നു എനിക്ക് പ്രശ്നം. അതൊക്കെ ഓക്കെ, അതൊന്നുമല്ല. പക്ഷെ ഈ പ്രണയം പിടിച്ചു വെച്ചിരിക്കുക, കണ്ണിൽ പ്രണയം പുറത്ത്. ശരി, അവള് ഈ റിലേഷൻഷിപ്പിന് ഒരു ക്ലോഷർ തന്നിട്ട് ഒരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിൽ ഒരു പ്രശ്നമില്ല. അത് ഞാനുമായാലും ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം. എനിക്കതിലൊരു പ്രശ്നമില്ല. പക്ഷെ ഒരാളെ വെച്ചിട്ട് വേറൊരാളുടെ അടുത്ത് ഫീലിങ്സ് തോന്നുക, അത് ആ സമയത്ത് അവിടെ കമ്മിറ്റ്മെൻറ്റോ റിലേഷൻഷിപ്പ് ചുമ്മാ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്ക് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട്, പുറത്തുള്ള ആൾക്ക് ഞാൻ അത് കൊടുക്കുന്നുണ്ട്, 4-40 തൊട്ട് ഞാൻ ഗബ്രി അടുത്ത് റസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ സാധനം കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് വെക്കണം. അല്ല ആ സമയത്ത് വേറൊരാൾ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറൊരാളെ തേർഡ് പാർട്ടി കയറ്റി വിടുക. എനിക്കറിയത്തില്ല, അത് അത്രയും ചിന്താഗതിയുള്ള ആൾക്കാരൊന്നും അല്ല. എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ പറ്റുന്ന ആൾക്കാരുണ്ടാവുക. അതായിരിക്കും അവളുടെ സപ്പോർട്ടേഴ്സും അതും ഇതുമൊക്കെ. അത് ചിലപ്പോൾ ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാവരും നിൽക്കുന്നതായിരിക്കും. പക്ഷെ ഇത് ഗെയിം അല്ല. ലൈഫ് വെച്ച് ഗെയിം കളിക്കാനുള്ളതല്ല. ഇവിടെ അഫക്റ്റ് ആവുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ജാസ്മിൻ്റെ ഇമോഷൻ, ജാസ്മിൻ്റെ വീട്ടുകാരുടെ ഇമോഷൻ, ജാസ്മിൻ്റെ ഇതെന്ന് മാത്രമേ നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്കും മനസ്സുണ്ട്, എനിക്ക് ഇമോഷൻസ് ഉണ്ട്, എൻ്റെയും ഫാമിലി ഉണ്ട്, എൻ്റെയും ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ എല്ലാത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ സർക്കിൾ ഉണ്ട്. അവർക്കൊക്കെ എത്ര അഫക്റ്റ് ആവുമെന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം പോലും ചിന്തിക്കുന്നില്ല. അവിടെ അത്രത്തോളം ഈ ഒരു വിഷയം കാരണം അത്രത്തോളം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗബ്രിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഗബ്രിക്ക് ഞാൻ വളരെ വലിയൊരു മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ നോക്കിയിട്ടുണ്ട് ആ മെസ്സേജ്, പക്ഷെ അവർ റെസ്പോണ്ട് ചെയ്തില്ല. അവ ഇറങ്ങിയതിൻ്റെ അടുത്ത ദിവസം തന്നെ അവനെ നമ്പർ വാങ്ങിച്ചു. ഞാൻ മെസ്സേജ് അയച്ചതാണ്, നിനക്ക് എന്താണ് റിലേഷൻഷിപ്പിന് അവളുടെ പറ്റി അറിയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിനക്കെന്ന് പറഞ്ഞു. പക്ഷെ അവർ റെസ്പോണ്ട് ചെയ്തില്ല. ഇപ്പം അത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഗബ്രിക്ക് മെസ്സേജ് അയച്ചതാണ്. ഞാൻ വളരെ വലിയൊരു മെസ്സേജ് അയച്ചു വെച്ചാൽ, പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ല. ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞു. ഇതൊന്നും ഞാൻ പുറത്ത് വന്ന് പറയണില്ല, അത് പറയേണ്ട ആവശ്യമില്ല ഇപ്പം. പക്ഷെ ഇത് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമാണ്. ജാസ്മിൻ പുറത്ത് വരുമ്പോൾ ഇൻ്റർവ്യൂസ് ആണെങ്കിലും ശരി, ആരായാലും ശരി, ഇത് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പ്രൂഫ് അത്യാവശ്യത്തിനുള്ള 2-3 ചാറ്റും ആ ഒരു സാധനം മാത്രമേ വെക്കുന്നു. ഞാൻ പുറത്തുനിന്ന് വേറെ ഒന്നും ഞാൻ പുറത്ത്. ലേറ്റസ്റ്റ് ആയിട്ട് ജാസ്മിനും ഗബ്രിയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നുള്ള രീതിയിൽ കുറേയധികം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങുന്നതിൻ്റെ ഇടയിലാണ് പണ്ട് ഈ ഒരു ജാസ്മിൻ്റെ മുൻ കാമുകനായിട്ടുണ്ടായിരുന്ന അഫ്സലിൻ്റെ വീഡിയോ ഇപ്പോൾ പിന്നെയും കുത്തിപ്പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു അഫ്സൽ ജാസ്മിനെ പറ്റി പറഞ്ഞതും ഗബ്രിയെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേയധികം ചർച്ചാ വിഷയമാവുന്നത്. അന്ന് ഈ ഒരു അഫ്സൽ പറഞ്ഞതല്ലേ ഇതുപോലെയൊക്കെ അവനെ ചീറ്റ് ചെയ്തതാണ്, അതിപ്പം ഗബ്രിക്ക് നടന്നു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്.